നിറങ്ങളുള്ളൊരു ശലഭം ഭാഗം 35. പിറ്റേന്ന് ആദ്യ രാവിലെ ഓഫീസിലേക്ക് ചെന്നു. അവനെ കണ്ടതും മഹേഷ് വേഗം വന്ന് സല്യൂട്ട് ചെയ്തു. സാർ ഇന്നലെ എത്തിയെന്ന് അറിഞ്ഞിരുന്നു. അതെ മഹേഷ്, ഞാൻ നേരെ വീട്ടിലേക്കാണ് പോയത്. അല്ലി ഇടയ്ക്കിടെ വന്ന് സാറിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടായിരുന്നു, മഹേഷ് പറഞ്ഞു. ആദ്യന്റെ മുഖത്ത് അലിയോടുള്ള സ്നേഹം നിറഞ്ഞു. കേസിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് അന്ന് പറഞ്ഞ ലോങ് ലീവ് എടുക്കണം മഹേഷ്. കുറച്ചു നാളിനി കൃതിയുടെ കൂടെ വേണം ഞാൻ, ആദ്യം മഹേഷിനോട് പറഞ്ഞു. അതെ സർ, പക്ഷേ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ അത് സാർ വെയിറ്റ് ചെയ്യണ്ട. ശേഖർ സാർ നാട്ടിലേക്ക് വരുന്നുണ്ട്. അതെ സാറിന് ലീവും സാങ്ഷൻ ആയിട്ടുണ്ട്. ലീവോ? പക്ഷേ ഞാൻ ലീവ് അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ, ആദ്യം അത്ഭുതത്തോടെ ചോദിച്ചു. സാർ സാർ ഒന്ന് പോകുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്തത് ഞാൻ ക്യാൻസൽ ചെയ്തില്ലായിരുന്നു. സാർ ഇല്ലാതിരുന്നത് കൊണ്ട് അത് പെൻഡിങ് ആയിരുന്നു. ഇന്നലെയാണ് അത് സാങ്ഷൻ ആയത്. സാറിന്റെ മെയിൽ വന്നിട്ടുണ്ടാവും, സാർ ഒന്ന് നോക്കിയേക്ക്, മഹേഷ് പറഞ്ഞതും ആദ്യം സന്തോഷത്തിലെ മഹേഷിനെ പുണർന്നു. താങ്ക് യു മഹേഷ്, തന്നോട് എങ്ങനെ നന്ദി പറഞ്ഞാലാ മതിയാവുക, അവൻ പറഞ്ഞു. അതൊന്നും വേണ്ട സാർ, അല്ലിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ മുതല് എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല. സാർ ഈ കേസ് എടുക്കുന്നില്ലെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ടും ഞാനാണ് ഫോഴ്സ് ചെയ്തത്. സാറ് പോയതിനു ശേഷം അല്ലി അനുഭവിച്ചതൊക്കെ ഞാൻ കൂടെ കാരണമാണെന്ന കുറ്റബോധം ഉണ്ട് എനിക്ക്, മഹേഷ് പറഞ്ഞു. ഏയ്, അങ്ങനെയൊന്നുമില്ലടോ. അവള് സങ്കടപ്പെട്ടതൊക്കെ ഞാൻ കാരണമാണ്. ഇമ്മച്ചുവറായിട്ട് ഞാനെടുത്ത ഡിസിഷൻസ് കാരണമാണ് എന്റെ കൃതി വിഷമിക്കേണ്ടി വന്നത്. ഇനി അതൊക്കെ മാറിയിട്ട് ഞാൻ തിരിച്ച് ജോയിൻ ചെയ്യുന്നുള്ളൂ, ആദ്യം സന്തോഷത്തോടെ പറഞ്ഞു. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു തീർത്തിട്ടാണ് ആദ്യം ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. നേരെ അച്ഛന്റെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. പെട്ടെന്ന് ആദ്യം മുന്നിൽ കണ്ടതും രാം പകച്ചു നിന്നുപോയി. ആദ്യം അയാളെ ചെന്ന് കെട്ടിപ്പിടിച്ചു. സോറി അച്ഛാ, മനഃപൂർവ്വം ആയിരുന്നില്ല, ഒന്ന് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്ക്, ആദ്യം പറഞ്ഞു. കുറച്ച് വിഷമിച്ചെങ്കിലും വന്നല്ലോ എന്റെ മോൻ, അത് മതി. ഇനി അല്ലിയെ കൂട്ടി വേഗം തറവാട്ടിലേക്ക് വരണം. ഒരു ശുദ്ധികലശം ചെയ്യാനുണ്ട് അവിടെ. എന്റെ മോനെ സ്നേഹിക്കുന്നവര് മതി അവിടെ, രാം പറഞ്ഞു. അച്ഛാ, അത് വേണോ? ആദ്യം ഒന്ന് മടിച്ചു. വേണം ആദി, നീ എന്റെ മകനാണ്, എന്നെ കഴിഞ്ഞ് നിനക്കാണ് അവകാശമുള്ളത്, രാം പറഞ്ഞു. അപ്പോഴാണ് രാധ അങ്ങോട്ട് വന്നത്. ആദിയെ രാമിന്റെ കൂടെ കണ്ടതും രാധയ്ക്ക് സന്തോഷമായി. ആദ്യം എപ്പോ എത്തി, അവർ ചോദിച്ചു. ഇന്നലെ എത്തിയ ആന്റി. അല്ലിക്കിപ്പോ എങ്ങനെയുണ്ട്? ആ കുട്ടി ഓക്കെ അല്ലേ, രാധ ചോദിച്ചു. അതെ ആന്റി, അച്ഛമ്മയുടെ അടുത്താണ്, ഞാൻ നാളെ അങ്ങോട്ട് പോവും, ആദി പറഞ്ഞു. അത് വേണം ആദി, ഒരു നിമിഷം പോലും അല്ലി ഒറ്റയ്ക്കാക്കരുത്. ആ കുട്ടി ഒരുപാട് അനുഭവിച്ചതാണ്. ഒരു പെൺകുട്ടിക്ക് അവളുടെ ഭർത്താവ് കൂടെ വേണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്ന ടൈമില് ആദി കൂടെ ഉണ്ടായില്ല. അതിന്റെ പുറകെ മിസ്കാരേജും. ആന്റി, ആദി വിറച്ചു പോയിരുന്നു. രാധ മുഴുവനാക്കുന്നതിന് മുൻപ് ആദി ഉറക്കി വിളിച്ചു. രാധയും രാമും ആദിയെ നോക്കി. എന്താ ആന്റി ഇപ്പൊ പറഞ്ഞത്, ആദി വിറയലോടെ ചോദിച്ചു. ആദി, അത് അല്ലി പറഞ്ഞില്ലേ, അല്ലി പ്രഗ്നന്റ് ആയിരുന്നു ആദി, പക്ഷെ ആ കുഞ്ഞിനെ കിട്ടിയില്ല. സോറി മോനെ, നിനക്കറിയാമെന്നാണ് ഞാൻ കരുതിയത്. അവര് വല്ലാതായിപ്പോയി. അച്ഛാ, ആദിക്ക് ശരീരം ആകെ തളരുന്നത് പോലെ തോന്നി. മോനെ, രാം വേഗം ചെന്ന് അവനെ പിടിച്ചു നിർത്തി. ആദ്യ രാമിന്റെ ദേഹത്തേക്ക് ചുറ്റിപ്പിടിച്ചു. ഞാൻ അറിഞ്ഞില്ല അച്ഛാ, എന്റെ കൃതി, അവൾ എത്ര വിഷമിച്ചിട്ടുണ്ടാവും. ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ അച്ഛാ, അവളെ ഞാൻ ഒറ്റപ്പെടുത്തി. അവളെ ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ല അല്ലേ, ആദി പൊട്ടി കരഞ്ഞുപോയി. രാം ആദിയെ ആശ്വസിപ്പിക്കാൻ പോലും ആവാതെ തളർന്നു. കരയല്ലേ ആദി, ആ കുഞ്ഞിനിപ്പോ നമ്മുടെ അടുത്ത് വരാൻ സമയമായിട്ടില്ല മോനെ. ആദ്യ അച്ഛന്റെ നെഞ്ചിലേക്ക് തല ചേർത്തു. കൃതി, അവളിതെങ്ങനെ സഹിച്ചു വച്ചാ, ഞാൻ പോലും ഇല്ലാതെ അവൾ എങ്ങനെ ജീവിച്ചു. എന്നോട് കാര്യം പറയാൻ പോലും അവൾക്ക് സങ്കടമായിരിക്കും. ആദി പ്ലീസ്, അല്ലിക്ക് ആശ്വാസമാവേണ്ട ആളാണോ ഇങ്ങനെ തളരുന്നത്? അല്ലി സ്ട്രോങ് ആണ് ആദി, രാധയും അവനെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞു. ആദി മോനെ മതിയടാ, അറിയാതെ സംഭവിച്ചതല്ലേ, മറന്നേക്ക്. അവൾ എന്നോടൊരു ദേഷ്യം പോലും കാണിച്ചില്ല അച്ഛാ. അവളൊന്ന് വഴക്കിട്ടിരുന്നെങ്കില്, ഒന്ന് ദേഷ്യപ്പെട്ടിരുന്നെങ്കില് ചിലപ്പോ എനിക്ക് ഇത്ര സങ്കടം ഉണ്ടാവില്ലായിരുന്നു. അവളെന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ അവളെ ഒറ്റപ്പെടുത്തി അച്ഛാ. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ എന്നോട് ആ കാര്യം ഒന്ന് പറയാൻ അവൾ കൊതിച്ചിട്ടുണ്ടാവില്ലേ? കുഞ്ഞ് പോയപ്പോ എന്റെ നെഞ്ചിൽ വീണ് കരയാൻ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? ഞാൻ പോവരുതായിരുന്നു അല്ലേ അച്ഛാ, എന്റെ കൃതിയെ ഒറ്റയ്ക്കാക്കി ഞാൻ പോവരുതായിരുന്നു. അവൾ എന്നെ സ്നേഹിക്കുന്നത്ര ഞാൻ അവളെ സ്നേഹിക്കുന്നില്ല, അതല്ലേ
ഇവിടെ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ചപ്പോ അവളെ ഞാൻ മറന്നത്. അവൾ എന്നോട് ക്ഷമിച്ചിട്ടുണ്ടാവും അച്ഛൻ. ആദിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. നമ്മുടെ അല്ലിമോളല്ലേ ആദി. അല്ലിക്ക് ആരോടും ദേഷ്യപ്പെടാൻ കഴിയില്ല. ആ അവസ്ഥയിൽ പോലും നിന്നെ കുറിച്ചായിരുന്നു അവളുടെ സങ്കടം. എനിക്ക് എനിക്ക് അവളെ കാണണം അച്ഛാ. ഇന്നിപ്പോ രാത്രിയായില്ലേ, നാളെ പോയാ മതി മോനെ. സ്നേഹാലയത്തിൽ എത്തുമ്പോഴേക്കും ഒരുപാട് വൈകും, ഞാൻ അവനോട് പറഞ്ഞു. ഞാൻ ഞാൻ ചെല്ലട്ടെ അച്ഛാ, എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം. ഞാൻ ഫ്ലാറ്റിലേക്ക് പോയിക്കോളാം, ആദ്യ പറഞ്ഞു. അച്ഛൻ കൊണ്ടുപോവാം. വേണ്ട അച്ഛാ, പ്ലീസ്, ഞാൻ പോയിക്കോളാം. ആദ്യം അവരോട് യാത്ര പറഞ്ഞിറങ്ങി. ആദ്യം നേരെ പോയത് അല്ലിയുടെ വീട്ടിലേക്കാണ്. കോളിംഗ് ബെല്ല് കേട്ട് അതിന് ഡോർ തുറന്നത് ആദ്യം അവശനായി നിൽക്കുന്ന ആദിയെ കണ്ട് അത് ഞെട്ടിപ്പോയി. ആദി, മോൻ എന്താടാ? അനി അവനെ അകത്തേക്ക് കൂട്ടി. ആദ്യം അനിയുടെ കൈകളിൽ പിടിച്ചു നിർത്തി. എന്നോട് എങ്ങനെ സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്നു വെച്ചാ? ഞാൻ കാരണം എന്റെ കൃതി എത്ര വിഷമിച്ചു. എന്നോട് ദേഷ്യമില്ലേ? എന്നോട് ക്ഷമിക്കണേ അച്ഛാ. ആദ്യം അനിയുടെ കാലിലേക്ക് വീഴാൻ പോയതും അനി അവനെ പിടിച്ചു. എന്താ ആദ്യം ഇത്? നീ ഞങ്ങളുടെ മോൻ തന്നെയല്ലേ, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അല്ലിക്ക് പോലും നിന്നോട് ദേഷ്യമില്ല, പിന്നെ ഞങ്ങൾ നിന്നോട് എങ്ങനെ ദേഷ്യപ്പെടും? അനി ചോദിച്ചു. ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു. കൃതി, അവളെ എനിക്ക് തന്നതിന് ഞാൻ എന്താ പകരം തരുന്നത്? എന്റെ ജീവൻ പോലും അവൾക്ക് പകരമാവില്ല അച്ഛാ. എന്തൊക്കെയാടാ ഈ പറയുന്നത്? അത് ഞങ്ങളുടെ മൂത്ത മകനാണ്. അങ്ങനെ ഈ നിമിഷം വരെ ഞാനും ഇവിടെ എല്ലാവരും കരുതിയിട്ടുള്ളൂ. പിന്നെ അല്ലി ഒറ്റയ്ക്കായപ്പോ വിഷമമായിരുന്നു. പക്ഷെ താനും ഒറ്റയ്ക്കായിരുന്നില്ലേ? അല്ലിയെ പോലെ താനും വിഷമിച്ചിട്ടുണ്ടാവില്ലേ? തന്നെ നേരിൽ കണ്ടപ്പോ ആ വിഷമവും മാറി. പിന്നെ എന്താ? അനി ചോദിച്ചു. ആദിയുടെ കണ്ണിലെ തകർന്ന ഭാവം കണ്ടതും അനിക്ക് കാര്യം മനസ്സിലായി. ആദി കുഞ്ഞിന്റെ കാര്യം അറിഞ്ഞു അല്ലേ? അനി ചോദിച്ചു. അച്ഛനെ കാണാൻ പോയപ്പോ അറിഞ്ഞു. അവൾ എങ്ങനെ സഹിച്ചിട്ടുണ്ടാവല്ല. നിങ്ങളൊക്കെ ക്ഷമിച്ചാലും എനിക്കൊരിക്കലും അവനോട് ക്ഷമിക്കാൻ കഴിയില്ല. ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു. അല്ലിയുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ ആദ്യം മാപ്പ് പറഞ്ഞു. എന്നിട്ടാണ് അവൻ അവിടെ നിന്ന് തിരികെ ഫ്ലാറ്റിലേക്ക് പോയത്. പക്ഷെ അപ്പോഴും അല്ലിയുടെ കോൾ എടുത്ത് സംസാരിക്കാൻ അവന് കഴിയുന്നില്ലായിരുന്നു. ഏറെ നേരം വിളിച്ചിട്ടും ആദിയെ കിട്ടാതെ അല്ലി ടെൻഷനായി. അച്ഛനെ വിളിച്ചപ്പോ അവൾ ഇക്കാര്യം പറയുകയും ചെയ്തു. അല്ലി ഫോൺ വെച്ചപ്പോഴേക്കും അനി വേഗം സാമിനെ വിളിച്ച് ആദ്യം ഒന്ന് നോക്കാൻ പറഞ്ഞു. സാം ഫ്ലാറ്റിൽ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ടും ആദ്യം ഡോർ തുറക്കുന്നില്ലായിരുന്നു. അവസാനം അവരുടെ കയ്യിലെ കീ കൊണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് അവൻ അകത്ത് കയറി. റൂമില് ഒരു മൂലയിൽ തളർന്നിരിക്കുന്ന ആദിയെ കണ്ടതും സാമിനാകെ വിഷമായി. എടാ ആദി, എന്താ ഇത്? അലി ആശ്വസിപ്പിക്കാൻ നീയല്ലേ ഉള്ളൂ, എന്നിട്ടാണോ നീ ഇങ്ങനെ തളർന്നു പോകുന്നത്? സാം ചോദിച്ചു. അവള് കുറെ കരഞ്ഞോടാ? ആദി ചോദിച്ചു. ഇല്ലടാ, അതൊക്കെ കഴിഞ്ഞിട്ട് നാളെ എത്രയായി, നീ അതൊക്കെ വിട്ടുകളയും. അവൾക്ക് എന്നെ കാണാൻ തോന്നിയിട്ടുണ്ടാവില്ലേ? എടാ ആദി, മതി, നിർത്തിക്കേ. അവൾ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും ആ കുഞ്ഞിനെ, അല്ലേ സാം? ആദി പ്ലീസ്, അല്ലി ഇപ്പൊ ഓക്കെയാണ്. നീ ഇങ്ങനെ ചെയ്യല്ലേ ആദി. നിന്റെ അവസ്ഥ അറിഞ്ഞ അവള് ചേർത്ത് വെച്ച ധൈര്യമൊക്കെ പോകും. പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ് ആദി. എന്നോട് ഇക്കാര്യം പറയാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? പക്ഷെ അവൾക്ക് പേടിയാണ് ആദി. നിന്റെ വീട്ടുകാർ തന്നെ അവളെ പേടിപ്പിച്ചു. നിന്റെ അപ്പച്ചിയില്ലേ, അവളോട് പറഞ്ഞുന്ന് നിനക്ക് അവളോട് വെറുപ്പാവുന്നു. നിനക്ക് ആകെയുള്ള ബന്ധം ആ കുഞ്ഞായിരുന്നില്ലേ, അതിനെ നഷ്ടപ്പെടുത്തിയവന്, സാം പറഞ്ഞു. അത് കേട്ടതും ആദ്യയുടെ മുഖം ദേഷ്യം കൊണ്ട് ചോന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ ഒരു അവസ്ഥയില് ഇത്തരം സംസാരങ്ങളോട് കേൾക്കുമ്പോഴുള്ള അല്ലിയുടെ അവസ്ഥ. ആ സമയങ്ങളിൽ പോലും അവള് പിടിച്ചു നിന്നു. നീ ആയിട്ട് അവളിനെയും തളർത്തിയതാവേ. നിന്റെ അല്ലിയല്ലേ, രണ്ടുപേരും ഒന്ന് സംസാരിച്ചാൽ ഈ ദുഃഖമൊക്കെ മാറണം. ആദ്യം കണ്ണും മുഖമൊക്കെ തുറച്ചെഴുന്നേറ്റു. ഇല്ലടാ, ഞാൻ ഓക്കെയാണ്. അവിടെ ഇതൊക്കെ ഒറ്റയ്ക്ക് സഹിക്കേണ്ടി വന്നല്ലോ എന്ന് ഓർത്താണ് എന്റെ സങ്കടം മുഴുവൻ. കുറച്ചു നാള് ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി സാം, ഒക്കെ നേരെയാവും. നാളെ പോയിട്ട് കുറച്ചുനാൾ അച്ഛമ്മയുടെ കൂടെ ആവും ഞാനും കൃതിയും. കൃതിയുടെ ക്ലാസ് കഴിഞ്ഞ് എവിടേക്കെങ്കിലും ഒരു യാത്ര പോവും. ഇനി കുറച്ചുനാൾ കഴിഞ്ഞ് തിരിച്ചു വരും, ആദ്യം അവനോട് പറഞ്ഞു. അതേടാ, അത് മതി. തിരിച്ചു വരുമ്പോഴേക്കും ഒക്കെ ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ടാവും. താങ്ക്സ് ഡാ, കൃതിയുടെ കൂടെ ഉണ്ടായതിന്. പോടാ, അവളെന്റെ അനിയത്തിയാണ്. സാം യാത്ര പറഞ്ഞു പോയതും ആദ്യം ഡ്രസ്സ് പാക്ക് ചെയ്യാൻ തുടങ്ങി. രാവിലെ അലാറം അടിക്കുന്നത് കേട്ടാണ് അല്ലി എഴുന്നേറ്റത്. അലാറം ഓഫ് ചെയ്തപ്പോഴാണ്
രാത്രി എപ്പോഴോ വന്ന് ആദ്യത്തെ മെസ്സേജ് കണ്ടത്. സോറി പറഞ്ഞുള്ള മെസ്സേജ് ആയിരുന്നു അത്. ആൾക്ക് ഇന്നലെ നല്ല തിരക്കായിരുന്നു എന്ന്. മെസ്സേജ് കണ്ട ആശ്വാസത്തിൽ അല്ലി ഫോൺ മാറ്റി വെച്ചു. വേഗം കുളിച്ച് ഫ്രഷായി റൂമിലെ ചെറിയ കിച്ചൺ ഏരിയയിൽ നിന്ന് ഒരു ചായ ഉണ്ടാക്കി കുടിച്ചു. എന്നിട്ട് താഴേക്ക് ഇറങ്ങി. മുറ്റത്തിന്റെ സൈഡിലുള്ള പ്ലേ ഗ്രൗണ്ടിലാണ് ക്ലാസ് നടത്താനുള്ള ഹാൾ ഒരുക്കിയിരിക്കുന്നത്. അവിടെ ചെന്ന് ഒരുക്കങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് അല്ലി സ്നേഹാലയത്തിന്റെ പുറകിലെ പുഴയുടെ അരികിലേക്ക് ചെന്നു. അവിടെ ചെറിയൊരു നടപ്പാത ഉണ്ട്. അവിടേക്കാണ് അവൾ പോയത്. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. കുളി കഴിഞ്ഞതുകൊണ്ട് അവൾക്ക് അങ്ങനെ തണുപ്പ് അറിയുന്നില്ലായിരുന്നു. കുറച്ചു നേരം അങ്ങനെ നിന്നതും ആരോ അവളെ നോക്കുന്നത് പോലെ അല്ലിക്ക് തോന്നി. അവളെ ചുറ്റും നോക്കി. സമയം 5 മണിയാവുന്നതേ ഉള്ളൂ. ഇങ്ങോട്ട് ആരും വരാൻ സാധ്യതയില്ല. പെട്ടെന്ന് അവൾക്ക് ഏറെ പരിചിതമായൊരു ഗന്ധം അവളിലേക്ക് ഒഴുകിയെത്തി. ആശ്ചര്യത്തോടെ അല്ലി തിരിഞ്ഞതും ആദ്യം അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. ഇരച്ചു വന്ന സന്തോഷത്തോടെ അല്ലി ആദ്യയുടെ അടുത്തേക്ക് ഓടി. അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. ആദ്യം അവളെ 2 കൈകൊണ്ടും പൊതിഞ്ഞു പിടിച്ചു. തിരക്കാണെന്ന് പറഞ്ഞിട്ട് എന്തേ വന്നത്? അല്ലി ചോദിച്ചു. അങ്ങനെ പറഞ്ഞെങ്കിലും ഇനിയും കൃതിയെ കാണാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്ന് എനിക്കറിയായിരുന്നു. ആദ്യ പറഞ്ഞു. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. കൃതി, ഐ ലവ് യു. ഐ ലവ് യു ടു.